ഇപ്പോൾ കിട്ടിയ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് കന്നിക്കിരീടം. 182 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ കൊല്ലത്തെ കൊച്ചി പരാജയപ്പെടുത്തി. ഷിജോ കുര്യൻ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ഷിജോ, എത്ര റൺസിനാണ് കൊച്ചിയുടെ വിജയം? അത്യന്തം ആവേശകരമായ മത്സരമാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്നത്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാമത്തെ ഫൈനലിൽ കൊല്ലം സെയിലേഴ്സിനെ, നിലവിലെ ജേതാക്കളായുള്ള കൊല്ലം സെയിലേഴ്സിനെ 75 റൺസിന് തോൽപ്പിച്ചുകൊണ്ടാണ് കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് അവരുടെ ആദ്യ കിരീടം നേടിയത്. ആദ്യം ടോസിന്റെ ആനുകൂല്യം കൊല്ലത്തിനായിരുന്നു. എന്നാൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ഇറങ്ങിയ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് 181 റൺസ് എന്ന മികച്ച ടോട്ടലാണ് കൊല്ലത്തിന് മുമ്പിൽ പടുത്തുയർത്തി വെച്ചത്. എന്നാൽ മറുപടി ബൌളിംഗിൽ കൊല്ലത്തിനെതിരെ ആദ്യ ഓവർ മുതൽ ഈ അവസാനത്തെ പന്ത് വരെ ഏറ്റവും മികച്ച രീതിയിൽ കൊച്ചിക്ക് ആദ്യത്തെ തുടക്കം മുതൽ അവസാനം വരെ ഒരു മേധാവിത്വം സ്ഥാപിക്കാൻ കഴിഞ്ഞു. കൊച്ചിയുടെ ജയം 75 റൺസിന് 106 റൺസിന് കൊല്ലത്തെ ഓൾ ഔട്ട് ആക്കിയാണ് കൊച്ചിയായി കേരള ക്രിക്കറ്റ് ലീഗിലെ കന്നി കിരീടം നേടിയത്. നിലവിലെ ജേതാക്കളായിട്ടുള്ള കൊല്ലം സെയിലേഴ്സിനെ ആധികാരിക വിജയം കൊച്ചി നേടിയിരിക്കുന്നു. അതായത് ഒരു ഘട്ടത്തിൽ പോലും ഈ ഒരു മത്സരത്തിൽ കൊല്ലത്തിന്, നിലവിലെ ജേതാക്കളായിട്ടുള്ള കൊല്ലം സെയിലേഴ്സിന് അവരുടെ മേധാവിത്വം ഈ കാര്യവട്ടം സ്പോർട്സ് ക്ലബിൽ പുലർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ മത്സരത്തിൽ ഏറ്റവും സവിശേഷകരമായ കാര്യം. കാരണം ടോസിന്റെ ആനുകൂല്യം മാത്രമാണ് ഈ ഒരു മത്സരത്തിൽ കൊല്ലത്തിന് അനുകൂല ഘടകമായി ഉണ്ടായിരുന്നത്. ബാറ്റിംഗിലും ബൌളിംഗിലും സമ്പൂർണ്ണ ആധിപത്യം കൊച്ചി ഈ കാര്യവട്ടം സ്പോർട്സ് ക്ലബിൽ പുറത്തെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. കാരണം ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ഇറങ്ങിയ കൊച്ചിക്ക് തുടക്കത്തിൽ 30 പന്തിൽ 70 റൺസ് എടുത്ത വിനു മനോഹറിന്റെ അതിമനോഹരമായ ബാറ്റിംഗ് പ്രകടനം, അവസാന ഓവറുകളിൽ തകർത്തെടിച്ച ആൽഫി ഫ്രാൻസിസിന്റെ ഒരു 47 റൺസിന്റെ മികവ്. അതായത് തുടക്കത്തിൽ വിനു മനോഹരൻ കൊച്ചിക്ക് വേണ്ടി തകർത്തെടിക്കുന്നു, അവസാന ഓവറുകളിൽ ആൽഫി ഫ്രാൻസിസ് കൊച്ചിക്ക് വേണ്ടി തകർത്തെടിക്കുന്നു. അങ്ങനെ തുടക്കത്തിലും അവാലൻസിലും കൊച്ചി മികച്ച പ്രകടനം ബാറ്റിംഗിൽ പുറത്തെടുത്തപ്പോൾ ബൌളിംഗിൽ ക്യാപ്റ്റൻ സാലിം സാംസൺ തുടക്കത്തിൽ തന്നെ 2 വിക്കറ്റ് വീഴ്ത്തി കൊല്ലത്തിന് മേൽ കനത്ത പ്രകടനം വീഴ്ത്തുന്നു. അങ്ങനെ ക്യാപ്റ്റൻ ലീഡിംഗ് ഫ്രം ദ ഫ്രണ്ട് എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു പ്രകടനം സാലിം സാംസൺ പുറത്തെടുത്തിട്ടുണ്ട്. അതായത് ബാറ്റിംഗിൽ സാലിക്ക് അല്പം പിന്നോട്ട് പോകേണ്ടി വന്നെങ്കിലും ബൌളിംഗിൽ 2 നിർണായകമായ വിക്കറ്റുകൾ തുടക്കത്തിൽ വീഴ്ത്തുന്നു. ഏറ്റവും മനോഹരമായ സുന്ദരമായിട്ടുള്ള 3 ക്യാച്ചുകൾ സാലിം സാംസൺ ഈ ടൂർണമെന്റിൽ ഇന്നത്തെ മത്സരത്തിൽ നേടുന്നു. നമ്മൾ എടുത്തു കാണേണ്ടത് സാലിം സാംസന്റെ ഈ ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ റിവേഴ്സോടി പിന്നോട്ടോടി ഒരു മനോഹരമായ ക്യാച്ച് ഈ ടൂർണമെന്റിന്റെ തുടക്കത്തിൽ കൊച്ചിയുടെ ആദ്യ മത്സരത്തിൽ ക്യാപ്റ്റൻ സാലിം സാംസൺ നേടിയിരുന്നു. അന്നും 2 വിക്കറ്റ് പ്രകടനത്തോടു കൂടിയാണ് സാലി മത്സരത്തിൽ മികച്ചു നിന്നത്. എന്നാൽ ഇന്ന് കലാശപ്പോലേക്ക് വരുമ്പോൾ ക്യാപ്റ്റൻ ബാറ്റിംഗിൽ പിന്നോട്ട് പോയെങ്കിലും ബൌളിംഗിലും ഫീൽഡിംഗിലും കൃത്യമായിട്ട് ബൌളർമാരെ നിയോഗിക്കുന്ന കാര്യത്തിലടക്കം ക്യാപ്റ്റൻ ലീഡിംഗ് ഫ്രം ദ ഫ്രണ്ട് തന്നെയായിരുന്നു. അത്യുഗ്ര മത്സരത്തിൽ കൊല്ലം സെയിലേഴ്സിനെ 75 റൺസിന് പരാജയപ്പെടുത്തിക്കൊണ്ട് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ കിരീടം നേടുന്നു. അങ്ങനെ അത്യന്തം വാശിയേറിയ മത്സരത്തിൽ നിലവിലെ ജേതാക്കളായിട്ടുള്ള കൊല്ലം സെയിലേഴ്സിനെതിരെ 75 റൺസിന്റെ ആധികാരിക വിജയം തന്നെയാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് നേടിയിട്ടുള്ളത്. മഹേഷ്, ഇതിനകത്ത് കൊല്ലത്തിന് ഒരു ഘട്ടത്തിൽ പോലും ഒരു മേധാവിത്വം ഇല്ലായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. ടോസിന്റെ ആനുകൂല്യം മാത്രം കൊല്ലത്തിന്, ബാക്കി ഗ്രൗണ്ടിൽ സമ്പൂർണ്ണ ആധിപത്യം കൊച്ചിയാണ് നേടിയത്. എന്തായിരുന്നു മത്സരത്തിൽ ഒരു മൊത്തത്തിലുള്ള ചിത്രം? തീർച്ചയായും ഷിജോ പറഞ്ഞത് തന്നെയാണ്. ടോസിന്റെ ആനുകൂല്യം മാത്രമാണ്, മാത്രമല്ല വിനൂപിനെ തളയ്ക്കാനായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പോയിന്റ്. അതിനുശേഷം വന്ന് തകർത്തടിച്ച ആൽഫിയുടെ പ്രകടനം, അതിനുശേഷം ബോളിംഗ് പ്രകടനം നോക്കൂ. സാലി സാംസൺ 2 ഓവറിൽ 18 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റ്. കെ എം ആസിഫ് കഴിഞ്ഞ സെമിയിലേതുപോലെ തന്നെ 3 ഓവറിൽ 14 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റുകൾ. മജീഷ്യൻ ജെറിൻ പി എസ് അദ്ദേഹം 4 ഓവറിൽ 21 റൺസ് മാത്രം വഴങ്ങി 3 നിർണായക വിക്കറ്റുകൾ. കേരള ക്രിക്കറ്റ് ലീഗിൽ അങ്ങനെ കൊച്ചിക്ക് കന്നിക്കിരീടം ഉണ്ടായിരിക്കുകയാണ്. 75 റൺസിന് കൊല്ലത്തെ തോൽപ്പിച്ചാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കന്നിക്കിരീടം സ്വന്തമാക്കിയത്. മഹേഷ് പോലൂരും ഷിജോ കുര്യനുമാണ് വിശദാംശങ്ങൾ നൽകിയത്.